ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെളുത്തുള്ളി ചമ്മന്തിയാണ്. അതിനായി ആദ്യമേ തന്നെ അരക്കപ്പ് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 2 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം പാൻ ചൂടാവുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി തട്ടിക്കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റാം. വെളുത്തുള്ളി ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. അങ്ങനെ ഉള്ളി ഒരു ട്രാൻസ്പാരൻ്റ് ആകുന്നത് വരെയും നമ്മൾ വഴറ്റണം. ഇത്രയാവുമ്പോഴേക്കും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുമ്പോഴേക്കും ഓഫ് ചെയ്യണം. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 3/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ എടുത്ത് ജാറിൽ തട്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് വെള്ളം ചേർക്കേണ്ട, അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ച കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. നെല്ലിക്ക വലിപ്പം അളവിൽ നമ്മൾ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളവും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവ മാറാനായിട്ട്. ഇനി നല്ലപോലെ ഇരുന്ന് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഈ സമയം ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നുള്ള് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പം നമ്മുടെ വെള്ളം എല്ലാം വറ്റി നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തി റെഡി. അപ്പം എല്ലാവരും നമ്മുടെ വെളുത്തുള്ളി ചട്നി ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്